ഡോക്ടർ, ഇതുവരെ ബോധം വീണില്ലല്ലോ. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെന്നേ, ധൈര്യമായിട്ടിരിക്ക. ആ റിപ്പോർട്ടിംഗ് തന്നെ. മാഡം, സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് സമയം കളയണ്ട, ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇവർക്ക് ബോധം വീണിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നിന്ന് വണ്ടി ഓടി എത്താൻ തന്നെ അരമണിക്കൂർ എടുക്കും. നല്ല ട്രാഫിക്കാ. മാഡം ഇപ്പൊ പുറപ്പെടുന്നതാ നല്ലത്. ദേവി, നമസ്കാരം മാഡം. മാഡം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആളിന്റെ കണ്ടീഷൻ എങ്ങനെയാ? ഓർമ്മ വന്നിട്ടില്ല സർ. ഡോക്ടർ, ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ? ആൾ ഓക്കെയാണ്. BP കുറവാ, ബോധം വീണിട്ടില്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്തായാലും മാഡം പൊക്കോളൂ. മിനിസ്റ്റർ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സത്യപ്രതിജ്ഞയ്ക്ക് ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ. അല്ല, ഇവരുടെ കാര്യം. മാഡം ധൈര്യമായിട്ട് പോകും, ഞാനല്ലേ പറയുന്നത്. വണ്ടി തട്ടി ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ സ്ഥല MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആളല്ലേ, ധൈര്യമായിട്ട് പൊക്കോളൂ. ദേവി, നമുക്ക് പോവാം. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നമുക്ക് ഇവിടെ കയറാമല്ലോ. അതെ, അങ്ങനെ ചെയ്താൽ മതി. എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മാഡം. ശരി മാഡം. ശരി. ഞങ്ങൾ ഓടിച്ചല്ലോ. എന്തോ ശകുനപ്പഴ തന്നെയാ. അല്ലെങ്കിൽ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വഴിക്ക് തന്നെ അപകടം ഉണ്ടാകുമെന്ന് വെച്ചാ ഇനി സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെടില്ലാതെ. വലിയ അത്യാഹിതമൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. സത്യപ്രതിജ്ഞയൊക്കെ നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. എങ്ങനെ നടക്കുമെന്നാ? ദേവി നന്ദന ആശുപത്രി നിൽക്കാന്നല്ലേ അറിഞ്ഞത്. അതിനൊക്കെ എന്തെങ്കിലും സംവിധാനം അവരുണ്ടാക്കും. അമ്മേ, ദേ ചേച്ചിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങാറായി. ആണോ? വേഗം വാ. എന്റെ ഈശ്വരാ. അച്ഛാ, അമ്മേ വാ. ദേവിക നന്ദൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും വിശ്വസ്തതയും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുമെന്നും ഞാൻ ഏറ്റെടുത്ത നിയമസഭാ സാമാജിക എന്ന നിലയിലുള്ള കർത്തവ്യം വിശ്വസ്തയോടും മനസാക്ഷിയോടും കൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. രാമപുരം MLA ആയി ദേവിക നന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ മന്ദിരത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം പ്രതിപക്ഷത്തെ പ്രമുഖരും പങ്കെടുത്തു. വാസ്തവത്തിൽ കയ്യടിയും ബൊക്കയും കിട്ടേണ്ടത് മാഡത്തിനാണ്. ഇവിടെ ഓഫീസ് ജോലിക്കായി വന്ന ഒരു സാധാ പെണ്ണിനെ നിയമസഭയിൽ എത്തിച്ചത് മാഡമായിട്ടില്ലേ? അതെന്റെ ഔദാര്യമൊന്നുമല്ല CP, അവൾ അർഹിച്ചതാ. ശത്രുവിനെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ടാ അവളെ ഞാൻ ആദ്യം കണ്ടത്. പക്ഷെ എന്റെ ഋഷിയെ, എന്റെ പഴയ ഋഷിയെ തിരിച്ചു വന്നപ്പോ അവളോട് എനിക്ക് വാത്സല്യം തോന്നിത്തുടങ്ങി. അങ്ങനെയാ അവളെ പല കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിച്ചത്.